ആലപ്പുഴയിൽ കണ്ടലൂർ ഫാർമേഴ്സ് സർവീസ് ബാങ്കിലെ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ന്യൂസ് 18 മാധ്യമ സംഘത്തിന് നേരെ ആക്രമണം. കോൺഗ്രസ് നേതാവും DCC അംഗവുമായ ബിജു ഈരിക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു കയ്യേറ്റം. ആക്രമണത്തിൽ ഡ്രൈവർ ശ്രീകാന്തിന് പരിക്കേറ്റു. ആലപ്പുഴ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജന് നേരെ കൊലവിളി മുഴക്കി ബാങ്ക് ജീവനക്കാർ ആക്രമണത്തിലേക്ക് കടക്കുകയായിരുന്നു. ചേട്ടാ ശ്രീകാന്ത് ഭായി വണ്ടി മാറ്റി ചേട്ടാ വണ്ടി മാറ്റിക്കേ ചേട്ടാ വണ്ടി മാറ്റേ ചേട്ടൻ അവിടെ വന്ന് തിരക്കായിരുന്നു. ഈ ആളിനെ കൊണ്ട് ഇവരെല്ലാവരും ഞങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് കൈവച്ചാണ് ഇരിക്കുന്നത്. ഇതല്ലേ പറയാൻ പോകുന്നത്. പരാതിക്കാരനെ ജീവനക്കാർ ക്രൂരമായി ആക്രമിച്ചു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, പ്രകോപനത്തിലേക്ക് എങ്ങനെയാണ് ഇവർ കടന്നത്? ഏത് രീതിയിലുള്ള ആക്രമണം ഉണ്ടായി? പോലീസ് ഇതുവരെ എന്ത് നടപടിയെടുത്തു? ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇതിപ്പോ മൊത്തം പബ്ലിക്കാണോ? അത് പബ്ലിക്കാന്ന് പറഞ്ഞു. ആക്രമണം നടന്നെന്ന് സമ്മതിച്ച് കണ്ണലൂർ ഫാർമേഴ്സ് സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഈരിക്കൽ ബിജു. ആക്രമണത്തിൽ ഖേദപ്രകടനവും ന്യായീകരണവും ഒരുമിച്ച് നടത്തുന്ന നിലപാടായിരുന്നു DCC അംഗം കൂടിയ ബിജു സ്വീകരിച്ചത്. 10-15,000 അംഗസഹകാരികളുള്ള വലിയ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലെ 2-3 ആളുകൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള പരാതികൾ ഉന്നയിച്ചുകൊണ്ട് ബാങ്കിനെതിരെ നിരന്തരം പരാതി ഉന്നയിച്ച് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ ഉന്നയിക്കുന്ന പരാതികളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാനമാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഇവര് നമ്മുടെ ബാങ്കിന്റെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ ന്യൂനതാ സംഗ്രഹം എടുത്തുകൊണ്ട് വന്നിട്ട് കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ന്യൂനതാ സംഗ്രഹം എടുത്തുകൊണ്ട് വന്നിട്ട് അത് നാട്ടിൽ വീണാകൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. പക്ഷേ ഈ ന്യൂനതാ സംഗ്രഹത്തിൽ പറഞ്ഞിട്ടുള്ള 90% കാര്യങ്ങളും പരിഹരിച്ച കാര്യങ്ങളാണ്. എന്നിട്ട് പോലും അതുകൊണ്ടുവന്ന് പ്രചരിപ്പിക്കണം. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പോലീസ് കേസും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ നമുക്കൊപ്പം ചേർന്നു. ശരണ്യ, ഇങ്ങനെ പ്രകോപനപരമായ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് പോയത്? ഇതിനകത്ത് പോലീസ് ഇതുവരെ എന്ത് നടപടിയെടുത്തു? അപർണ, ഈ സംഭവം ഉണ്ടാകുന്നത് ഏകദേശം 3 മണിയോടുകൂടിയാണ്. നമ്മൾ കണ്ടലൂർ സഹകരണ ബാങ്ക് 14-10 അവിടെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, അതായത് കേരള സഹകരണ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റ് ഉണ്ടായിരുന്നു. ആ ഓഡിറ്റിൽ ഗുരുതരമായ ആരോപണങ്ങളാണ്, ഈ കണ്ടെത്തലുകളാണ് ഈ ബാങ്കിന്റേതായി ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ ബാങ്കിനകത്ത് ജീവനക്കാർ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തിട്ടുണ്ട്. ഈ വായ്പകൾ എടുത്തിട്ടുള്ളത് പോലും ആധാരത്തിന്റെ പകർപ്പ്
പകർപ്പുകൾ മാത്രം വെച്ചിട്ടുള്ള ആണ് എന്നുള്ളതാണ്. അത്തരത്തിൽ 22 കോടി രൂപയ്ക്ക് മേളിൽ പലയിടങ്ങളിൽ മൊത്തം നഷ്ടം കണക്കാക്കുകയാണെങ്കിൽ 40 കോടി രൂപയോളം നഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ, നരനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങളാണ് പരാതിക്കാരായ ആളുകൾ ഉന്നയിക്കുകയും ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് നമ്മൾ ഈ വിഷയം, അതായത് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടുള്ള വിഷയത്തിനകത്ത് നടപടിയെടുക്കുന്നതിനും അത്തരം കാര്യങ്ങൾ അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുമായി നമ്മൾ ആ ബാങ്കിന്റെ വാർത്ത ചിത്രീകരിക്കുന്നതിനായി എത്തിയത്. ബാങ്കിന്റെ മുൻവശം, അതായത് പൊതുനിരത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ബാങ്കിന്റെ ദൃശ്യങ്ങൾ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ബാങ്കിന്റെ പ്രസിഡന്റായ ബിജു ഈരിക്കൽ, അദ്ദേഹം കോൺഗ്രസിന്റെ DCC അംഗമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു ഒരുപറ്റം ജീവനക്കാർ ഒരുമിച്ചെത്തി നമ്മളെ തടഞ്ഞു വെക്കുകയും ഒപ്പം തന്നെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. തുടർന്ന് അതിനകത്ത് നമ്മളോടൊപ്പം ഈ പരാതിക്കാരനായ വ്യക്തി, അതായത് ഈ രേഖകളെല്ലാം തന്നെ വിവരാവകാശ പ്രകാരം എടുത്ത രേഖകളാണ്. ഈ പരാതിക്കാരനായ വ്യക്തി വാഹനത്തിനകത്തുണ്ടായിരുന്നു. ഈ വ്യക്തിയെ നമ്മുടെ വാഹനത്തിനകത്ത് കയറി ഈ ബിജു ഇരിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് നമ്മളിത് തടഞ്ഞപ്പോൾ നമ്മളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഈ വനിതാ ജീവനക്കാരും ഒപ്പം തന്നെ ഈ ബിജു ഇരിക്കലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നമ്മളെ കയ്യേറ്റം ചെയ്യുകയും ഒപ്പം തന്നെ ക്യാമറ, നമ്മുടെ എക്യുപ്മെന്റ്സ് അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് വലിയൊരു ആൾക്കൂട്ടം തന്നെ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇവരെ ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരികയായിരുന്നു. പോലീസിനെ നമ്മൾ അവിടെ നിന്നും ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനെ വിളിച്ച് വിവരം അറിയിക്കുന്നു. തുടർന്ന് മാഡത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ കനകക്കുന്ന് പോലീസ് എത്തിയത്. പക്ഷേ ഈ ആളുകൾ പറയുന്ന ഒരു പരാതി കനകക്കുന്ന് പോലീസിനെ, ഈ ബാങ്കിനെ സംബന്ധിച്ച്, കാരണം അവിടെ ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് അപർണ. കാരണം നമുക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചാൽ അവരെ കൈകാര്യം ചെയ്ത് വിടുക എന്നുള്ള ഒരു നിലപാടാണ് അവിടെ ഉള്ളത്. പരസ്യമായ ആളുകളെ ആക്രമിക്കുന്ന രീതിയാണ് ഉള്ളത്. അത് ഈ പരാതിക്കാരെ ആളുകളും പറഞ്ഞിരുന്നു. ഈ പരാതി നൽകിയ വിവരാവകാശ പ്രകാരം രേഖകൾ ശേഖരിച്ച വ്യക്തിയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. വീടിന്റെ ചില്ലകളും ഒക്കെ തകർന്നിട്ടും ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ട് അവരെ ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് പോലീസ് ഭീഷണിപ്പെടുത്തി ആ പരാതി ഒത്തുതീർപ്പാക്കാനായി ശ്രമിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ പരാതിക്കാരനായ വ്യക്തിയുടെ കാര്യവും അദ്ദേഹത്തിന്റെ ജീവനും അപകടത്തിലാണ്. ആ രീതിയിലുള്ള ആക്രമണം അവിടെ അഴിച്ചുവിടുന്നു. വനിതാ ജീവനക്കാരടക്കം വളരെ മോശമായ ഭാഷയിൽ അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ തടഞ്ഞു, അതായത് പുരുഷന്മാർ നമ്മളെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ പോലീസിനെ വിളിച്ചപ്പോൾ വനിതാ ജീവനക്കാരെ കൊണ്ട് നമ്മളെ കയ്യേറ്റം ചെയ്യിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ സംഭവത്തിനിടയിൽ നമ്മളുടെ വാഹനം ഓടിച്ചിരുന്ന ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ശ്രീകാന്തിന് ഈ വാഹനത്തിനുള്ളിൽ പരാതിക്കാരനായ വ്യക്തിയെ ഇട്ട് അടിക്കുമ്പോൾ ഞാനും ശ്രീകാന്തും ചേർന്നാണ് തടയാൻ ശ്രമിക്കുന്നത്. തുടർന്ന് ശ്രീകാന്തിനെ വാഹനത്തിന്റെ ബീഡിങ്ങുകളടക്കം ഇവർ വലിച്ചു പൊട്ടിച്ചപ്പോൾ ശ്രീകാന്ത് തടഞ്ഞപ്പോഴാണ് ശ്രീകാന്തിനെ ഇവര് തള്ളുകയും തുടർന്ന് ശ്രീകാന്തിനെ ഒരു താഴ്ചയുള്ള ഭാഗത്തേക്ക് തള്ളിയിടുകയാണ് ഉണ്ടായത്. അപ്പോഴൊക്കെയും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ കോൺഗ്രസ് നേതാവായ ബിജു ഈരിക്കലാണ്. തുടർന്ന് തട്ടി താഴെയിട്ട ശ്രീകാന്തിന്റെ കൈ ഇപ്പോൾ നമുക്ക് ആശുപത്രിയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ ഒരു സംഘർഷ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എപ്പോഴും പുറത്തേക്ക് വന്നിട്ടേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇത് സംബന്ധിച്ച് പരാതി നൽകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. ശ്രീകാന്തിനെ ആശുപത്രിയിലേക്ക് എത്തിക്കണം, കാരണം കയ്യിൽ നല്ല നീരുണ്ട്. അത്തരത്തിൽ നമ്മൾ എന്തായാലും അവിടെ എത്തി. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ഈ വിഷ്വലുകൾ എടുത്തതിന് ശേഷം സ്വാഭാവികമായി നമ്മൾ അകത്ത് കയറി ബാങ്കിന്റെ ജീവനക്കാരുടെയും ബാങ്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും പ്രതികരണം തേടും. ഈ രണ്ട് കൂട്ടരുടെയും പ്രതികരണം തേടിയതിനു ശേഷം മാത്രമേ വാർത്തയിൽ കടക്കുകയുള്ളൂ. കാരണം നമ്മളിത് ടെലികാസ്റ്റ് പോലും ചെയ്തിട്ടില്ല. പക്ഷേ അവർ ഈ കാര്യങ്ങൾ, അതായത് നമ്മുടെ ക്യാമറയിലുള്ള വിഷ്വലുകൾ അടക്കം നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള സംഘർഷമായിരുന്നു അവിടെ ഉണ്ടാക്കിയത്. അത് തടഞ്ഞതിനെ തുടർന്നാണ് ഞങ്ങൾക്ക് നേരെയും കയ്യേറ്റമുണ്ടായത്. അപർണ. റൈറ്റ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. അമൽ ജ്യോതി കോളേജിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ഇടപെടുന്നു. നാളെ മന്ത്രിമാർ വിദ്യാർത്ഥികളും മാനേജ്മെന്റുമായും ചർച്ച നടത്തും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, VN വാസവൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഹോസ്റ്റൽ പൂട്ടിയിട്ടതിനെ ചൊല്ലിയുണ്ടായ പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും അയവ് വന്നു. ഹോസ്റ്റൽ തുറന്നു നൽകാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതോടെയാണ് സംഘർഷത്തിന് അയവ് വന്നത്. അതിനിടെ ഹോസ്റ്റൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ മുതൽ വിദ്യാർത്ഥികൾ നടത്തിവന്ന സമരത്തിനെതിരെ പോലീസ് ലാത്തിവീശി. ഇത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. കോളേജിലേക്ക് KSUവും ABVPയും നടത്തിയ മാർച്ചുകളിലും സംഘർഷമുണ്ടായി. പോലീസ് ലാത്തിവീശി. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേർന്നു. ശ്രീജിത്ത്, വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിരിക്കുന്നു. ഒരു ചർച്ചയിലേക്ക്, സർക്കാർ തലത്തിൽ തന്നെ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നതോടുകൂടി അതിലൊരു സമവായം ഉണ്ടാകുമെന്നുള്ള സ്ഥിതിയാണോ? ഏത് രീതിയിലുള്ള പ്രതിഷേധ സ്വരം ഒക്കെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്?
അപർണ, തീർച്ചയായും ആശ്വാസകരമായ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ചർച്ച ചെയ്തെങ്കിലും മാനേജ്മെന്റ് അനുകൂലമായ ഒരു നിലപാടും എടുത്തില്ല. ആരോപണ വിധേയരായ അധ്യാപകരെയും കന്യാസ്ത്രീകളെയും മാറ്റി നിർത്താനുള്ള നടപടിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ സമരം തുടരുന്നതിനിടെ ഈ സമരത്തെ അടിച്ചമർത്താൻ പല നീക്കങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ച് ഹോസ്റ്റൽ അടച്ചിടുക, കുട്ടികൾക്ക് ഭക്ഷണം നൽകാതിരിക്കുക, ഇങ്ങനെയൊക്കെ അവരെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചകൾ കണ്ട ദിവസമാണ് ഇന്ന്. ഈ ദിവസത്തിനൊടുവിലാണ് എന്തായാലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും മന്ത്രി വി എൻ വാസവനും നാളെ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തി ചർച്ച നടത്തുമെന്ന തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരവും, അതായത് ഇന്ന് ഏതാണ്ട് ഉച്ചയോടുകൂടി ചർച്ച ആരംഭിച്ചു. 3 മണിയോടുകൂടി ചർച്ച അവസാനിപ്പിക്കുന്നു. കാര്യമായ ഉറപ്പുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ വീണ്ടും പ്രതിഷേധിക്കാൻ തുടങ്ങി. ഇതിനിടെയാണ് ആ പ്രതിഷേധമാണ് വീണ്ടും സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഇതിനിടെ വിദ്യാർത്ഥികളെ പോലീസ് കൈകൊണ്ട് മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിന് തെളിവായ ചില വീഡിയോ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിവൈഎസ്പി ഈ കൈകൊണ്ട് വീശി മർദ്ദിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ അതേസമയം തന്നെ ഡിവൈഎസ്പി പറയുന്നത് സർക്കാർ ചീഫ് വിപ്പ് എൻ ജയരാജ് ഈ ചർച്ചയുടെ ഭാഗമായി എത്തിയിരുന്നു മധ്യസ്ഥനായി. പക്ഷേ അദ്ദേഹത്തെയും പുറത്തുവിടാൻ അനുവദിച്ചില്ല. ആ സമയം ഞങ്ങളുടെ കയ്യിലൊന്നും ലാത്തി ഉണ്ടായിരുന്നില്ല. ഇവിടെ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളെ മാറ്റി നിർത്താനുള്ള ശ്രമം മാത്രമാണ് നടത്തിയത്. ആരെയും മർദ്ദിച്ചിട്ടില്ല എന്ന് ഡിവൈഎസ്പി അനിൽകുമാറും വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ വൈകുന്നേരം ഈ ഹോസ്റ്റൽ തുറക്കാൻ തയ്യാറാകാതെ വന്നതോടെ വിദ്യാർത്ഥികൾ വീണ്ടും ഈ കവാടത്തിലെ ഗേറ്റ് പൂട്ടി പ്രതിഷേധിച്ചു. ഇതിന് പിന്നാലെ അധ്യാപികമാരും തങ്ങൾ പലരും ഗർഭിണിമാരാണ്, കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ഗർഭിണിമാരെ കടത്തിവിടാമെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരെയും വിട്ടാലേ ഞങ്ങൾ പുറത്തു പോകൂ എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയായിരുന്നു. ഒടുവിൽ മാനേജ്മെന്റ് ആ ഒരു സമ്മർദ്ദത്തിന്, വിദ്യാർത്ഥികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോളേജ് ഹോസ്റ്റൽ തുറന്നു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഗേറ്റ് തുറന്നുകൊണ്ട് അധ്യാപികമാരെ അടക്കം ബാക്കിയുള്ളവരെ എല്ലാവരെയും പുറത്തുവിടുന്ന സ്ഥിതി ഉണ്ടായത്. എന്തായാലും വലിയ സംഘർഷം തന്നെയാണ്. വിദ്യാർത്ഥികൾ ഇത്രയധികം സമ്മർദ്ദങ്ങൾ വീട്ടിൽ നിന്നുമൊക്കെ ഉണ്ടാകുമ്പോൾ പോലും വളരെ ന്യായമായ ഒരു ആവശ്യത്തിന്മേൽ അവർ ഒരു പെൺകുട്ടി മരിക്കുന്നു, അതിനെ തുടർന്നുണ്ടാകുന്ന വലിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോളേജിന്റെ ആകെ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമരം ചെയ്യുമ്പോൾ അത് 2ാം ദിവസവും തുടരുന്നു എന്നത് വലിയ കാര്യമാണ്. അമൽജ്യോതി, വിഷയത്തിൽ സമവായത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നാളെ മന്ത്രിമാർ നേരിട്ടെത്തി ചർച്ച നടത്തും എന്നാണ് വിവരങ്ങൾ. എന്തായാലും വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചു. വിവേചനപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും മന്ത്രി പറഞ്ഞു. അത് തീർച്ചയായും ഈ കുട്ടികളുടെ മേലെ, നമ്മുടെ കോളേജിലേക്ക് വരുന്ന കുട്ടികൾ 18 വയസ്സ് കഴിഞ്ഞ അഡൾട്ട്സ് ആണ്. ആ ഒരു കാഴ്ചപ്പാടിലല്ല പല സ്ഥാപനങ്ങളും അവരോട് പെരുമാറുന്നത്. അവര് വളരെ അപക്വമതികളാണെന്നുള്ള രീതിയിൽ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു സൗഹൃദത്തിന്റെ സാധ്യതകൾ പോലും കൊട്ടിയടച്ച് കളയുന്ന വിധത്തിലുള്ള മോറൽ പോലീസിങ്ങും സർവിയലൻസും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ കുട്ടിയുടെ മൊബൈല് പിടിച്ചെടുത്തു. അത് കുട്ടിയുടെ അല്ല, ഒരു വ്യക്തിയുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റാണത്. അതിനെ തുടർന്ന് അതിൽ ചിലപ്പോൾ വല്ലതും കണ്ട് ചീത്ത പറയുക, ഇതൊക്കെ പൊതുവിൽ പലയിടത്തും കണ്ടുവരികയാണ്. അപ്പൊ അത് ഒരു വിവേചന ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുറെ കൂടി ഉത്തരവാദിത്വപൂർവം കൈകാര്യം ചെയ്യേണ്ട ചുമതലയാണ് അധ്യാപനം എന്നുള്ളത്. വളരെ ജാഗ്രത വേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഒരു ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ അരിക്കൊമ്പനെ തമിഴ്നാട് വനം വകുപ്പ് സ്വതന്ത്രനാക്കി. ഇന്ന് രാവിലെ അപ്പർ കോതയാർ മുത്തുകുളി വനത്തിലാണ് അരിക്കൊമ്പനെ തുറന്നുവിട്ടത്. 24 മണിക്കൂറിലധികം ആനിമൽ ആംബുലൻസിൽ തുടർന്ന അരിക്കൊമ്പൻ അവശനാണ്. ഇന്നലെ പുലർച്ചെ 1 മണിക്ക് കമ്പത്തിന് സമീപം വച്ചാണ് തമിഴ്നാട് വനം വകുപ്പ് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. അരിക്കൊമ്പനെ ആനിമൽ ആംബുലൻസിൽ വൈകിട്ടോടെ 300-ലേറെ കിലോമീറ്റർ അകലെയുള്ള തിരുനെൽവേലി അമ്പാസമുദ്രത്തിലെ കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിൽ എത്തിച്ചിരുന്നു. ഇന്നലെ തന്നെ ഇവിടെ തുറന്നുവിടാനായിരുന്നു തീരുമാനമെങ്കിലും ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അനിശ്ചിതത്വം തുടർന്നു. ഒരു ദിവസം മുഴുവൻ ആനിമൽ ആംബുലൻസിൽ നിന്ന ആനയെ ഇന്ന് രാവിലെയാണ് ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടത്. തുമ്പിക്കൈയിലെയും കാലിലെയും മുറിവുകൾക്ക് മതിയായ ചികിത്സ നൽകിയ ശേഷമാണ് ആനയെ തുറന്നുവിട്ടത്. കൊമ്പനെ തുറന്നുവിട്ട മാഞ്ചോലേക്കാട് ഉൾപ്പെടുന്ന കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതം തിരുവനന്തപുരത്തിന്റെ വനാതിർത്തിയിലാണ്. ജില്ലയിലെ നെയ്യാർ, പേപ്പാറ വന്യജീവി സങ്കേതങ്ങളുമായും കൊല്ലം ജില്ലയിലെ സെന്തൂരിണി കാടുമായുമാണ് മുണ്ടൻതുറൈ വനമേഖല
അതിർത്തി പങ്കിടുന്നത്. കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വനമേഖല തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ മേഖല കൂടിയാണ്. ന്യൂസ് 18 തിരുനെൽവേലി. തമിഴ്നാട് കേരള അതിർത്തിയായ മണിമുത്താർ വനത്തിൽ വിട്ട അരിക്കൊമ്പൻ കേരളത്തിലേക്ക് തിരിച്ചുവരുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയേറെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ, പേപ്പാറ വന്യജീവി സങ്കേതങ്ങളുമായും കൊല്ലം ജില്ലയിലെ സെന്തുരുണി കാടുമായുമായ മുണ്ടൻതുറൈ വനമേഖല അതിർത്തി പങ്കിടുന്നത്. അരിക്കൊമ്പനെ പുതിയ വനമേഖലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്, പുതിയ കാട്ടിലെത്തിയിരിക്കുകയാണ് അരിക്കൊമ്പൻ. അംബാസമുദ്രത്തിൽ നിന്ന് മുത്തുക്കുളിയിൽ ഈ മുണ്ടൻതുറൈ ടൈഗർ റിസർവിലെ മുത്തുക്കുളിയിലാണ് ഈ അരിക്കൊമ്പനെ തുറന്നുവിട്ടിരിക്കുന്നത്. ആ അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത് തമിഴ്നാട് കേരള അതിർത്തിയിലാണ്, അല്ലെങ്കിൽ അതിർത്തിക്ക് അടുത്താണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അരിക്കൊമ്പൻ വീണ്ടും കേരളത്തിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ഉറപ്പിച്ചൊരു ഉത്തരം പറയാനാകില്ല. അതിനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇത് കാണുന്നത് മുണ്ടൻതുറൈ ടൈഗർ റിസർവ് ആണ്. നമുക്കറിയാം ഈ മുണ്ടൻതുറൈ ടൈഗർ റിസർവ് അല്ലെങ്കിൽ മുത്തുക്കുളി, തുറന്നുവിട്ടിരിക്കുന്ന മുത്തുക്കുളി വനമേഖല എന്ന് പറയുന്നത് കേരളത്തോട് വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. പൊന്മുടിക്കും നെയ്യാർ ടൈഗർ റിസർവിനും ഇടയിലാണ് ഈ പ്രദേശം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് അരിക്കൊമ്പന് വരാൻ, കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അരിക്കൊമ്പനെ സംബന്ധിച്ച് അരിക്കൊമ്പൻ ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂല കാലാവസ്ഥയിലും, ഏത് പ്രതികൂല അവസ്ഥയിലും സഞ്ചരിച്ച് വളരെ ദൂരം സഞ്ചരിക്കുന്ന ഒരു ആനയാണ്. ഇതുവരെയുള്ള അരിക്കൊമ്പന്റെ യാത്രകൾ അത് തെളിയിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ അരിക്കൊമ്പൻ ഇങ്ങോട്ടേക്ക് എത്താനുള്ള, കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മറ്റൊന്ന് ഈ സെന്തുരുണിയാണ്. ഇതിനടുത്ത് കിടക്കുന്ന മറ്റൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് സെന്തുരുണിയാണ്. അതും ഈ ബോർഡറിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയുള്ള ഇതുവഴിയുള്ള മാർഗം അരിക്കൊമ്പന് ഒട്ടും പ്രയാസകരമാകില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് നെയ്യാർ വന്യജീവി സങ്കേതവും ഇതിന് അടുത്തായി തന്നെയുണ്ട്. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവിടെയുണ്ട്. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവിടെയാണുള്ളത്. ഇതാണ് നമ്മൾ കാണുന്ന കേരള തമിഴ്നാട് ബോർഡർ എന്ന് പറയുന്നത്. ഇതിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഈ വനമേഖലയിലാണ് അരിക്കൊമ്പനെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മുത്തുക്കുളിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള അരിക്കൊമ്പന്റെ യാത്ര കണക്കാക്കിയാൽ അരിക്കൊമ്പൻ വനത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അധികം വൈകാതെ അരിക്കൊമ്പൻ കേരളത്തിലെത്തി എന്നുള്ള വാർത്ത പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരും. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ മാർക്ക് ലിസ്റ്റിൽ വിവാദം. എറണാകുളം മഹാരാജാസ് കോളേജിലെ 3ാം സെമസ്റ്റർ ആർക്കിയോളജി മാർക്ക് ലിസ്റ്റിൽ ഒരു വിഷയത്തിലും മാർക്ക് കാണിച്ചിട്ടില്ല. എന്നാൽ പാസ്സായി എന്നാണ് ലിസ്റ്റിലുള്ളത്. സാങ്കേതിക തകരാറാണ് കാരണമെന്ന് കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. സംഭവം വിവാദമായതോടെ മാർക്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് നീക്കി. പിന്നീട് ആർഷോ തോറ്റു എന്ന് തിരുത്തിയ മാർക്ക് ലിസ്റ്റ് മഹാരാജാസ് കോളേജ് അപ്ലോഡ് ചെയ്തു. തമിഴ് സിനിമാ രംഗത്ത് ശക്തമായ തിരിച്ചുവരവിനൊരുങ്ങി നടി ഭാവന. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തമിഴിൽ തിരിച്ചെത്തുകയാണ് താരം. ദ ഡോർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം ഭാവനയുടെ സഹോദരൻ ജയദേവാണ്. ഭാവനയുടെ ഭർത്താവ് നവീൻ രാജനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഭാവനയുടെ പിറന്നാൾ ദിനമായ ജൂൺ 6-ന് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി. ഭാവനയാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. തമിഴിലൊരുങ്ങുന്ന സിനിമ 4 ഭാഷകളിലായി റിലീസിനെത്തും. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. നരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5550, പവന് 44,400, വെള്ളി ഗ്രാം 78, കിലോയ്ക്ക് 78,000, പ്ലാറ്റിനം ഗ്രാമിന് 3615 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. നരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. പൂർണ്ണമാകുന്ന വാർത്തയില്ലത്. നമസ്കാരം.